2014 ലബ്ദോവെഗ എന്ന ശാന്തവും സമ്പന്നവുമായ പട്ടണത്തിൽ ഒരു സംഭവം നടന്നു. ഇന്നുവരെ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു യഥാർത്ഥ രഹസ്യകഥയായി അത് തുടരുകയാണ്. ഈ കഥയുടെ കേന്ദ്രത്തിൽ ഒരു പഴയ വലിയ വീടാണ്, 657 അടി. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ഒരു മനോഹരമായ കുടുംബവീട് പോലെ തോന്നും. പക്ഷേ ആ വീടിനെ ചുറ്റിപ്പറ്റി നടന്ന സംഭവങ്ങൾ അതിനെ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ വീടുകളിൽ ഒന്നാക്കി മാറ്റി. അന്നത്തെ വർഷം ഒരു സന്തോഷഭരിതമായ കുടുംബം ആ വീട് വാങ്ങി. കുടുംബത്തിലെ തലവൻ ആയിരുന്ന ഹെദേവ ഷേഠഗതിയും ഭാര്യയായ കെടിയ ഷേഠഗതിയും അവരുടെ 3 കുട്ടികളോടൊപ്പം പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. അവർക്ക് ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു: ഒരു ശാന്തമായ പട്ടണത്തിൽ മനോഹരമായ വീട്ടിൽ കുട്ടികളെ വളർത്തുക. അതിനാലാണ് അവർ വർഷങ്ങളോളം പണിയെടുത്ത് സമ്പാദിച്ച പണം ഉപയോഗിച്ച് ഈ വീട് വാങ്ങിയത്. ഈ വീട് വാങ്ങാൻ അവർ ഏകദേശം $1.3 മില്യൺ ചിലവഴിച്ചു. വീട് വലിയതും പഴയകാല ശൈലിയിലുള്ളതുമായ ഒരു കെട്ടിടമായിരുന്നു. വീട് നിർമ്മിച്ചത് 1905 ആയിരുന്നു, അതിനാൽ അതിന് ഒരു ചരിത്രമുണ്ടായിരുന്നു. ചുറ്റും വലിയ മരങ്ങളും ശാന്തമായ വഴികളും ഉള്ള മനോഹരമായ പ്രദേശം ആയിരുന്നു അത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആരും അതിൽ എന്തെങ്കിലും ഭയാനകമായ കാര്യമുണ്ടെന്ന് കരുതില്ല. വീട് വാങ്ങിയ ശേഷം ബ്രോഡസ് കുടുംബം ഉടൻ തന്നെ അവിടെ താമസിക്കാൻ തുടങ്ങിയില്ല. ആദ്യം ചില ചെറിയ പുതുക്കിപ്പണികൾ നടത്താൻ അവർ തീരുമാനിച്ചു. കുട്ടികൾക്ക് പുതിയ മുറികൾ ഒരുക്കുക, ചില മതിലുകൾ പെയിന്റ് ചെയ്യുക, പഴയ ചില ഭാഗങ്ങൾ നന്നാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അവർ ഇടയ്ക്കിടെ വീട്ടിലേക്ക് പോയി ജോലികൾ നോക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഡെറക് ബ്രോഡസ് പതിവുപോലെ വീട്ടിൽ പോയി ജോലികൾ പരിശോധിച്ചു. അവിടെ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹം വീട്ടിന്റെ മുൻവശത്തെ മെയിൽ ബോക്സ് തുറന്നു നോക്കി. അതിനുള്ളിൽ ഒരു കത്ത് ഉണ്ടായിരുന്നു. സാധാരണയായി പുതിയ വീട്ടിലേക്ക് അയൽവാസികൾ സ്വാഗതം ചെയ്യുന്ന കത്തുകൾ അയക്കാറുണ്ട്. അതിനാൽ ഡെറക് ആദ്യം അത് ഒരു സ്വാഗതത്തായിരിക്കുമെന്ന് കരുതി. പക്ഷേ കത്ത് തുറന്നു വായിച്ചപ്പോൾ അവന്റെ ശരീരത്തിൽ ഒരു തണുപ്പ് പടർന്നു. കത്ത് എഴുതിയ ആളിന്റെ പേര് ഇല്ല, പക്ഷേ കത്തിന്റെ അവസാനം ഒരു ഒപ്പുണ്ടായിരുന്നു: ദെലോ ദാരമേൺ. ഈ പേര് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. കത്തിൽ എഴുതിയ വാക്കുകൾ സാധാരണമായിരുന്നില്ല, അത് വളരെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ സന്ദേശങ്ങളായിരുന്നു. കത്തിൽ എഴുതിയതനുസരിച്ച് ആ വീട്ടിനെ വർഷങ്ങളായി ആരോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്റെ കുടുംബം 1920കളിൽ മുതൽ ഈ വീടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു കത്തിലെ ഒരു ഭാഗം. ഇത് വായിച്ചപ്പോൾ ഡെറക് ആദ്യം തമാശയായിരിക്കുമെന്ന് കരുതി. പക്ഷേ കത്തിൽ എഴുതിയ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ വളരെ ഭയപ്പെടുത്താൻ തുടങ്ങി. കാരണം ആ കത്തിൽ ബ്രോഡസ് കുടുംബത്തെക്കുറിച്ചുള്ള ചില വ്യക്തിപരമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കുട്ടികളുടെ എണ്ണം, അവർ വീട്ടിൽ ചെയ്തിരുന്ന പുതുക്കിപ്പണികൾ തുടങ്ങിയ കാര്യങ്ങൾ എഴുത്തുകാരൻ അറിയാമായിരുന്നു. കത്തിൽ ഇങ്ങനെ ഒരു വാചകവും ഉണ്ടായിരുന്നു: നിങ്ങൾ വീടിനെ പുതുക്കുകയാണ് എന്ന് ഞാൻ കാണുന്നു. 657 ബുലെവാർഡിന് പുതിയ രക്തം ആവശ്യമുണ്ട്. നിങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നോ? ഞാൻ പ്രതീക്ഷിച്ചിരുന്ന യുവരക്തം അതാണോ? ഈ വാക്കുകൾ വായിച്ചപ്പോൾ ഡെറക് ഏറെ ഭയന്നു. കാരണം തെസിദ് സബറ്റ് എന്നത് കുട്ടികളെ സൂചിപ്പിക്കുന്നതായി തോന്നി. ഒരു അജ്ഞാതൻ അവരുടെ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നത് വളരെ അസ്വസ്ഥമായ കാര്യം ആയിരുന്നു. കത്തിൽ മറ്റൊരു ഭയപ്പെടുത്തുന്ന വാചകവും ഉണ്ടായിരുന്നു: എനിക്ക് ഇതിനകം തന്നെ നിങ്ങളുടെ കുട്ടികളുടെ പേരുകൾ അറിയാം. അവർ എന്താണ് വിളിക്കപ്പെടുന്നത്? ഇത് വായിച്ചപ്പോൾ ഡെറക് ഭയത്തിൽ നിശ്ചലമായി. കാരണം അവർ കുട്ടികളുടെ പേരുകൾ അയൽവാസികൾക്ക് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ കത്ത് എഴുതിയ ആൾക്ക് ഇതിനകം തന്നെ അവരുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്നുവെന്ന് തോന്നി. ഡെറക് ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി ഭാര്യ മരിയോട് എല്ലാം പറഞ്ഞു. ആദ്യം മരിയയ്ക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി. എന്നാൽ കത്ത് വായിച്ചപ്പോൾ അവൾക്കും ഭയം തോന്നി. ഒരു അജ്ഞാതൻ അവരുടെ കുടുംബത്തെ നിരീക്ഷിക്കുന്നുവെന്ന് തോന്നുന്നത് തന്നെ ഭയാനകമായിരുന്നു. അവർക്കു മനസ്സിലായത് ഒരു കാര്യം മാത്രമാണ്: ആരോ ഒരാൾ ഈ വീട്ടിനെക്കുറിച്ച് വളരെ അധികം അറിഞ്ഞിരിക്കുന്നു. അവർ വീട്ടിൽ വരുന്നതും പോകുന്നതും അവർ ചെയ്യുന്ന ജോലികളും എല്ലാം ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം. ആ രാത്രിയിൽ ബ്രോഡസ് കുടുംബം വളരെ ആശങ്കയിലായിരുന്നു. പുതിയ വീട്ടിൽ സന്തോഷത്തോടെ താമസിക്കാനുള്ള അവരുടെ സ്വപ്നം ആ കത്ത് കാരണം പെട്ടെന്ന് തന്നെ ഒരു ഭീതിയായി മാറി. അവർക്ക് ഒരു വലിയ സംശയം ഉണ്ടായി: ഈ ഡാൻമെൽഡ് ആരാണ്? അവൻ എവിടെയാണ്? അവൻ ശരിക്കും അവരുടെ വീട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നും അവർക്കില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ ഈ കഥയെ കൂടുതൽ ഭയാനകമാക്കി. ബ്രോഡസ് കുടുംബം ആദ്യ കത്ത് വായിച്ച രാത്രി തന്നെ അവർക്ക് മനസ്സിലായി, ഇത് സാധാരണമായ ഒരു തമാശയല്ല. അതിനാൽ അടുത്ത ദിവസം തന്നെ ഹെലേന ഷേഠഗേദിയും ഭാര്യ കെടിയ ഷേഠഗേദിയും പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചു.
അവർ ആ കത്ത് എടുത്ത് ലൗദ്യോഗിക പട്ടണത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സംഭവമൊക്കെ വിശദമായി പറഞ്ഞു. പോലീസുകാർ കത്ത് വളരെ ശ്രദ്ധയോടെ വായിച്ചു. ആദ്യ നോട്ടത്തിൽ തന്നെ അത് വിചിത്രവും അല്പം ഭീഷണിപ്പെടുത്തുന്നതുമായതായി തോന്നി. പോലീസ് ഉദ്യോഗസ്ഥർ ബ്രോഡസ് കുടുംബത്തോട് ഒരു പ്രധാന നിർദ്ദേശം നൽകി: ഈ കാര്യത്തെക്കുറിച്ച് അയൽവാസികളോട് സംസാരിക്കരുത്. കാരണം കത്ത് എഴുതിയ ആൾ അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കാമെന്ന് അവർ കരുതുകയായിരുന്നു. അതേസമയം ബ്രോഡസ് കുടുംബം വീട്ടിൽ പുതുക്കിപ്പണികൾ തുടരുകയായിരുന്നു. പക്ഷേ ഓരോ ദിവസവും അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു: ആരോ ഒരാൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊരു തോന്നൽ. അവർ വീട്ടിനോട് ചേർന്ന വഴികളിലൂടെ നടക്കുമ്പോൾ പോലും ചിലർ സംശയകരമായി തോന്നി. അതിനിടയിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കത്ത് വന്നു. അതും അതേ വീടിന്റെ മെയിൽ ബോക്സിൽ തന്നെ. ഡെറക് അത് കണ്ടപ്പോൾ തന്നെ അവന്റെ മനസ്സ് കുലുങ്ങി. കാരണം വീണ്ടും അതേ ഒപ്പായിരുന്നു: ദലെ ദണ്ണമേൽ. ഈ രണ്ടാമത്തെ കത്ത് ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. കത്തിൽ എഴുതിയിരുന്നത് എഴുത്തുകാരൻ വീട്ടിനുള്ളിലെ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നായിരുന്നു. അവൻ എഴുതിയ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഞാൻ കാണുന്നു നിങ്ങൾ വീടിന്റെ പുതുക്കിപ്പണി തുടരുകയാണ്. മതിലുകൾ പൊളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. 657 ബുലെവാർഡിന് അതിന്റെ രഹസ്യങ്ങൾ പുറത്തുകൊണ്ടുവരാൻ ഇഷ്ടമാണ്. ഇത് വായിച്ചപ്പോൾ ഡെറക്കും മരിയയ്ക്കും കൂടുതൽ ഭയം തോന്നി. കാരണം അവർ ശരിക്കും ചില മതിലുകൾ പൊളിച്ച് പുതുക്കിപ്പണി നടത്തുകയായിരുന്നു. എന്നാൽ അത് പുറത്തുനിന്ന് കാണാൻ കഴിയാത്ത ഭാഗങ്ങളിലായിരുന്നു. കത്തിൽ വീണ്ടും കുട്ടികളെക്കുറിച്ചും പരാമർശമുണ്ടായിരുന്നു. നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയുണ്ട്? അവർ വീട്ടിൽ കളിക്കാറുണ്ടോ? ഞാൻ അവരെ കാണാൻ കാത്തിരിക്കുകയാണ്. ഈ വാക്കുകൾ ബ്രോഡസ് കുടുംബത്തെ ഭയത്തിൽ ആഴ്ത്തി. കാരണം അവരുടെ കുട്ടികൾ ഇപ്പോഴും ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിരുന്നില്ല. പക്ഷേ കത്ത് എഴുതിയ ആൾ അവരെക്കുറിച്ച് അറിയുന്നു എന്നത് ഒരു വലിയ ആശങ്കയായിരുന്നു. അതിനുശേഷം ബ്രോഡസ് കുടുംബം വലിയൊരു തീരുമാനം എടുത്തു. അവർ കുട്ടികളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കണമെന്ന് തീരുമാനിച്ചു. കാരണം ആരോ ഒരാൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് അപകടകരമാകാം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവർ അയൽവാസികളെ ചോദ്യം ചെയ്തു. പ്രത്യേകിച്ച് വീടിനടുത്തുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകളെ. ചിലർ വളരെ പഴക്കമുള്ള നാട്ടുകാർ ആയിരുന്നു. അവർ വർഷങ്ങളായി ആ പ്രദേശത്ത് താമസിച്ചുവരുന്നവരാണ്. പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നു: കത്ത് എഴുതിയ ആൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ ആയിരിക്കാം. കാരണം അവൻ വീട്ടിനെക്കുറിച്ച് വളരെ വിശദമായി അറിയുന്നു. അന്വേഷണത്തിനിടെ പോലീസ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. കത്തിൽ ഉപയോഗിച്ച ചില വാക്കുകൾ വളരെ പഴയ ശൈലിയിലുള്ളതായിരുന്നു. സാധാരണയായി ഇന്നത്തെ കാലത്ത് ആളുകൾ അങ്ങനെ എഴുതാറില്ല. അതിനാൽ എഴുത്തുകാരൻ ഒരു മുതിർന്ന ആളായിരിക്കാമെന്ന് ചിലർ കരുതി. പോലീസ് കത്തിന്റെ കവറിലെ എഗ് പരിശോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൽ നിന്ന് വ്യക്തമായ തെളിവൊന്നും ലഭിച്ചില്ല. ഇതിനിടയിൽ ബ്രോഡസ് കുടുംബത്തിന്റെ ജീവിതം മുഴുവൻ മാറി. അവർ വാങ്ങിയ ആ മനോഹരമായ വീട് ഇപ്പോൾ ഒരു ഭീതിയുടെ സ്ഥലമായി മാറി. രാത്രിയിൽ പോലും അവർക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായി. ആരെങ്കിലും അവരുടെ വീടിനെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന ചിന്ത അവർക്ക് ശാന്തത നൽകുന്നില്ലായിരുന്നു. കുറച്ച് ആഴ്ചകൾക്കുശേഷം വീണ്ടും ഒരു കത്ത് വന്നു. അത് മൂന്നാമത്തെ കത്ത് ആയിരുന്നു. ഈ തവണ കത്തിൽ എഴുതിയ വാക്കുകൾ കൂടുതൽ വിചിത്രമായിരുന്നു. 657 ബുലെവാർഡ് വർഷങ്ങളായി എന്നെ കാത്തിരിക്കുകയാണ്. എന്റെ കുടുംബം ഇതിനെ നിരീക്ഷിച്ചു. ഇപ്പോൾ എന്റെ സമയം വന്നിരിക്കുന്നു. കത്തിൽ മറ്റൊരു ഭാഗം ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ വീടിനെ നിറയ്ക്കാൻ പോകുന്ന യുവരക്തം എപ്പോഴാണ് എത്തുന്നത്? ഈ വാക്കുകൾ വായിച്ചപ്പോൾ ബ്രോഡസ് കുടുംബം തകർന്നുപോയി. അവർക്ക് തോന്നിയത് ഒരാൾ അവരുടെ കുടുംബത്തെ ലക്ഷ്യമിടുകയാണെന്നായിരുന്നു. ഇത് കാരണം അവർ ആ വീട്ടിൽ താമസിക്കാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ടു. പുതിയ ജീവിതം തുടങ്ങാനായി വാങ്ങിയ വീട് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറി. അവസാനം അവർ ഒരു വലിയ തീരുമാനം എടുത്തു. അവർ ആ വീട്ടിൽ താമസിക്കില്ല. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. കാരണം പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ ചില അതിശയകരമായ സംശയങ്ങൾ ഉയർന്നു. ചില അയൽവാസികൾ തന്നെ പ്രധാന സംശയിതാക്കളായി മാറി. ആരായിരുന്നു യഥാർത്ഥ ധനമേർ? അയൽവാസികളിലൊരാളോ? അല്ലെങ്കിൽ മറ്റാരെങ്കിലും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ പോലീസ് നടത്തിയ അന്വേഷണം ഈ കഥയെ കൂടുതൽ രഹസ്യപരവും ഭയാനകവുമാക്കി. മുൻപ് ലഭിച്ച 3 കത്തുകൾക്ക് ശേഷം ബ്രോഡസ് കുടുംബത്തിന്റെ ജീവിതം പൂർണ്ണമായും മാറിപ്പോയിരുന്നു. സന്തോഷത്തോടെ താമസിക്കാൻ വാങ്ങിയ 657 എരിദഡയ എന്ന വീട് ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീതിയുടെ കാരണമായി മാറിയിരുന്നു. ജയ ശേതകേതിയും കബയ ജേതകേതിയും അവരുടെ 3 കുട്ടികളോടൊപ്പം അവിടെ താമസിക്കാനുള്ള ധൈര്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം കത്തുകളിൽ എഴുതിയ ചില വാക്കുകൾ വളരെ വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നവയായിരുന്നു.
ആരോ ഒരാൾ ആ വീടിനെയും അവരുടെ കുടുംബത്തെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കി. ലെവദ്രോഗഹ എന്ന പട്ടണം സാധാരണയായി വളരെ ശാന്തവും സുരക്ഷിതവുമായ സ്ഥലമാണ്. അതിനാൽ ഈ കേസ് നാട്ടുകാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒരുപോലെ അതിശയിപ്പിച്ചു. അന്വേഷണത്തിൽ ആദ്യം സംശയം വന്നത് അയൽവാസികളിലേക്കാണ്. കാരണം കത്ത് എഴുതിയ ആൾക്ക് വീടിനെക്കുറിച്ചും അതിനുള്ളിലെ കാര്യങ്ങളെയും കുറിച്ച് വളരെ വിശദമായ അറിവുണ്ടായിരുന്നു. അങ്ങനെ അറിയാൻ സാധിക്കുക അടുത്തുള്ള ആരെയെങ്കിലും ആയിരിക്കാമെന്ന് പോലീസ് കരുതി. വീട്ടിന് അടുത്തുള്ള ഒരു കുടുംബം പ്രത്യേകിച്ച് സംശയത്തിന് വിധേയമായി. അവർ വർഷങ്ങളായി ആ പ്രദേശത്ത് താമസിക്കുന്നവരായിരുന്നു. അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് അല്പം വിചിത്രമായ പെരുമാറ്റം ഉണ്ടെന്ന് ചിലർ പറഞ്ഞു. എന്നാൽ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായ തെളിവൊന്നും ലഭിച്ചില്ല. മറ്റൊരു സംശയം ഇതായിരുന്നു: കത്തുകൾ എഴുതുന്ന വ്യക്തി വളരെ പഠിച്ച ഒരാൾ ആയിരിക്കാം. കാരണം കത്തുകളിൽ ഉപയോഗിച്ച ഭാഷ വളരെ നന്നായി എഴുതിയതായിരുന്നു. ചില വാക്കുകൾ പഴയ ഇംഗ്ലീഷ് ശൈലിയിലുള്ളതായിരുന്നു. അതിനാൽ ചിലർ അത് ഒരു മുതിർന്ന ആളായിരിക്കാമെന്ന് കരുതി. പോലീസ് വീണ്ടും വീണ്ടും കത്തുകൾ പരിശോധിച്ചു. കത്തിന്റെ കവറുകളിൽ നിന്ന് ഏത് കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ അവിടെ നിന്നു ലഭിച്ച ഹെര വ്യക്തമായ ഒരു ആളുമായി പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. ഈ കേസ് മെല്ലെ മെല്ലെ വാർത്തകളിൽ എത്തി. അമേരിക്കയിലെ പല മാധ്യമങ്ങളും ഈ കഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു മനോഹരമായ പട്ടണത്തിലെ ഒരു വീടിനെ ചുറ്റിപ്പറ്റിയ ഈ രഹസ്യം ആളുകളിൽ വലിയ കൗതുകവും ഭയവും ഉണ്ടാക്കി. ബ്രോഡസ് കുടുംബം കെഗുരേത് വലിയ സാമ്പത്തിക പ്രശ്നത്തിലായി. അവർ ആ വീട് വാങ്ങാൻ വലിയൊരു തുക ചെലവഴിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ താമസിക്കാൻ കഴിയുന്നില്ല. അതിനാൽ അവർ ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ കഥ പുറത്തെറിഞ്ഞതോടെ ആളുകൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പേടി തോന്നി. ചിലർ വീട് കാണാൻ വന്നെങ്കിലും പിന്നീട് അവർ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. കാരണം ടെനമ് എന്ന പേരിൽ വരുന്ന കത്തുകളുടെ കഥ അവർ കേട്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ആ കത്തുകളുടെ രഹസ്യം ആരും കണ്ടെത്തിയില്ല. ആരാണ് ടെനമ് എന്നത് ഇന്നുവരെ വ്യക്തമല്ല. അവസാനം 2019 ബ്രോഡസ് കുടുംബം ഒരു കടുത്ത തീരുമാനം എടുത്തു. അവർ ആ വീട് വിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർ അത് വാങ്ങിയതിലേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് വിറ്റത്. കാരണം ഈ കഥ കാരണം വീടിന്റെ വില തന്നെ കുറയുകയായിരുന്നു. പുതിയ ഉടമകൾ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അത്ഭുതകരമായ കാര്യം എന്താണെന്നാൽ അവർക്ക് ഇതുവരെ ടെനമിൽ നിന്നുള്ള പുതിയ കത്തുകൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് ഇന്നും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ടെനമിൽ ശരിക്കും ആരായിരുന്നു? ചിലർ പറയുന്നു അത് ഒരു അയൽവാസിയായിരുന്നു. ചിലർ കരുതുന്നത് അത് ഒരു മാനസിക പ്രശ്നമുള്ള ആളായിരിക്കാം. ഇനിയും ചിലർ പറയുന്നു ഒരുപക്ഷേ ഇത് ഒരിക്കലും കണ്ടെത്താനാവാത്ത ഒരു രഹസ്യമായിരിക്കും. ഈ സംഭവത്തിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് ഒരു സിനിമാ കഥയല്ല, ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. ഒരു സാധാരണ കുടുംബം അവരുടെ സ്വപ്നവീട് വാങ്ങി. പക്ഷേ ഒരു അജ്ഞാതൻ എഴുതിയ ചില കത്തുകൾ അവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. ഇന്ന് വരെ 657 അതിഥിയ എന്ന വീട് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ യഥാർത്ഥ രഹസ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു.